നിലമ്പൂരിൽ നിലമ്പൂരിൽ സ്വരാജിന് സ്പേസ് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിൽ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായി? കാലവർഷത്തെ ഇത്ര ഭയക്കുന്ന വേറൊരു സമൂഹമില്ല. ഈ കവളപ്പാറയിലും അതേപോലെ പോത്തുകല്ലിലും വയനാടിൻ്റെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകി വന്ന കയ്യും കാലുകളും തലയോട്ടികളും പോത്തുകല്ലിൽ ഇങ്ങനെ കൂട്ടിവെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണോ? എന്തെല്ലാം ദുരന്തം അവിടെ ഉണ്ടായി. സ്വരാജ് എന്ന വ്യക്തി അവിടെ എവിടെയെങ്കിലും വന്നോ? നിങ്ങൾ ചിന്തിക്ക്, എവിടെയെങ്കിലും വന്നോ? നിലമ്പൂരിലെ അടിസ്ഥാന ജനങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോക്ക് ഇന്ന് ഞാൻ പരിശോധിക്കുകയും സ്വന്തം നാടാണെന്ന് പറഞ്ഞു. യെസ്, സമ്മതിക്കുന്നു. പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്വരാജ് ജീവിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ എന്ത് വിഷയത്തിനെ കുറിച്ച് ഒരു പോസ്റ്റെങ്കിലും അദ്ദേഹം എവിടെ ഇട്ടിട്ടുണ്ടോ? അല്ല സനോജെ, ഒരു മിനിറ്റ് ഞാനും പറഞ്ഞു കഴിയട്ടെ. രാഹുൽ ഗാന്ധിനെ അവിടെ നിർത്ത്. അപ്പം ഇവിടെ പ്രശ്നം, നമ്മൾ ഒരു പുലിയെ ഭയക്കുന്ന എന്തുകൊണ്ടാണ്? അതിന് ആക്രമണശേഷിയുള്ള പല്ലും നഖമുണ്ട്. പല്ലില്ലാത്ത എന്താണ് ഒരു പുലിനെ ആര് ഭയപ്പെടുമോ? ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ആ നാട്ടുകാരനായിട്ടും അവിടുത്തെ മനുഷ്യരുടെ നിലവിളി കേൾക്കാനോ അവരെ കണ്ണീരൊപ്പാനോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത വ്യക്തിയാണ്. അപ്പൊ ഈ ദാർശനികത, ദാർശനികതയും ആദർശവും നിലപാടും പ്രധാനമാണ്. ഇപ്പൊ ശരിയാണ്. ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. BJP കാലത്തെ രാഷ്ട്രീയമടക്കം ചർച്ചയാവും, മതേതരത്വം ചർച്ചയാവും, സെക്കുലറിസം ചർച്ചയാവും. ശ്രീ ഷാഫി ചാലിയം M സ്വരാജിന്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിയുറച്ച സെക്കുലർ നിലപാടുകളിൽ ഏതെങ്കിലും മായമുണ്ട് എന്ന് ഷാഫി ചാലിയം കരുതുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ലീഗ് നേതാവിനോടാണ്. ലീഗിന്റെ അണികൾക്ക് M സ്വരാജിന് വോട്ട് ചെയ്തുകൂടാന്നുണ്ടോ ഷാഫി ചാലിയം? രണ്ട് കാര്യം ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ഒന്ന്, സ്വരാജിനെ കുറിച്ച് ഇൻട്രോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്, യാതൊരു സംശയമില്ല. അത്തരത്തിൽ നമ്മൾ ഒരുപാട് പേരെ ഈ രാജ്യത്ത് നമ്മൾ കാണുന്നുണ്ട്, വ്യത്യസ്ത പാർട്ടികളിലായിട്ട്. ഇവിടെ വിഷയം, ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ എന്തു വേണം? ഈ ആദർശവും നിലപാടുമാണോ നിലമ്പൂർക്കാർക്ക് പ്രശ്നം? നിലമ്പൂരിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രതിനിധിയെ വേണ്ടിയത്. ആദർശവും അല്ല, ഞാൻ പറയുന്നത് മലയിറങ്ങി വരുന്ന പുലിയും പ്രശ്നമാണ്, അതല്ലാത്തുള്ള അദൃശ്യ പുലികളും പ്രശ്നമാണ്. ആദർശവും നമ്മുടെ പ്രസ്ഥാനത്തിനാണ്. ഞാൻ പറഞ്ഞു കേൾക്കൂ, ഒരു നിലമ്പൂരുകാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ സ്വരാജിനോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ മൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച്. PV അൻവറിനെ നിങ്ങൾ പുറത്താക്കും മുമ്പ്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ കൂടാരം വിടും മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് PV അൻവർ ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബജറ്റിൽ ഈ മൃഗസംരക്ഷണ വകുപ്പ് അല്ലെ വനം വകുപ്പ് ഈ ഫെൻസിങ്ങിന് വേണ്ടി നീക്കിവെച്ച പൈസ വളരെ നാനോ തുകയാണ്. വലിയ കെട്ടിടങ്ങൾ ഫോറസ്റ്റിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി വലിയ ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിക്കുകയാണ്. അവിടെ ഒന്നും കിടക്കാനോ ഉപയോഗിക്കാനോ ആരുമില്ല. എന്നാൽ ജനങ്ങളുടെ ജീവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഫെൻസിങ്ങിന് വേണ്ടി ഈ ഗവൺമെന്റ് വളരെ നാനോ തുകയാണ് എന്നൊരു വാദം. ഇത് അൻവർ ഇടതുപക്ഷ MLA എന്ന കപ്പാസിറ്റി വരെ പറയണ്ടായി. ഇതിലെ കേന്ദ്രം നിയമം അടക്കട്ടെ, മൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ ഒരു ഫെൻസിങ് കെട്ടി ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെന്റ് എന്താ ജനങ്ങളെ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ജനപ്രതിയാകാനുള്ള യോഗ്യത എന്താണ്? ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടലാണ്. ആദർശം പറയൽ മാത്രമല്ല. ഒരു ദുരന്തമുണ്ടായാൽ ഒരു സാഹിത്യകാരന്മാരെ അവിടെ ഒന്ന് സന്ദർശിക്കുമോ? വൈക്കം മുമ്പ് ബഷീർ ഏതെങ്കിലും ഭൂകമ്പം നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? അതേമാതിരി തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ സാഹിത്യകാരന്മാർ ദാർശനിക പോകാറില്ല. അതുപോലെ സ്വരാജും പോകാറില്ല. അതാണ് പ്രശ്നം. അപ്പം TJ പോലുള്ള ഒരു ചിന്തകനായി അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ റൂട്ട് അതാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുപോയിട്ട് MLA ആക്കാൻ ശ്രമിച്ചവർക്ക് വലിയ പരിക്ക് പറ്റും. ഇന്നത്തെ ദിവസം ഒറ്റ കാര്യം പറഞ്ഞു നിർത്താൻ, 263 ബൂത്ത് ഉണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ. 263 ബൂത്തിലും മൊത്തം ഇന്ന് കൺവെൻഷൻ നടത്തി കഴിഞ്ഞു UDF. മനസ്സിലാക്കണല്ലോ, അത്ര ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ പറയുന്ന PV അൻവറിനെ 2 തവണ